Am I audible? Range ഭയങ്കര weak ആണ് ഇവിടെ. Okay. Audio video match ആവുന്നില്ലെങ്കിൽ നിങ്ങൾ you may interrupt ട്ടോ. നിങ്ങൾ chat boxൽ എഴുതുകയാണെങ്കിൽ ഞാൻ കാണില്ല. Okay. So എന്തെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ പറയാം, because ഞാൻ റെക്കോർഡിംഗ് ഇട്ടിട്ട് റെക്കോർഡിംഗ് ആവുന്നില്ല. Just a second. Just a second, okay? Okay. So last class നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കെമിക്കൽ തെർമോഡൈനാമിക്സ് ആണ്. I know we have discussed about the basic terminologies. പ്രോസസ്സസിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിച്ചിരുന്നത്, so that we'll get to know about how to interpret graphs. Okay, അത് ഫോക്കസ് ചെയ്തിട്ടാണ് ആ ഒരു ടോപ്പിക് എടുത്തത്. But I'm not continuing it today. ഇന്ന് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. I'll be continuing in the next day. Okay, അപ്പൊ ആരെങ്കിലും ആ ക്ലാസ് കേട്ടിട്ടില്ലാച്ചാൽ you should drop a message. Okay, എനിക്കൊരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യുക. I will send you the notes so that you can read them and listen to that class, because കുറച്ച് ന്യൂ ജോയിനീസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കെമിക്കൽ തെർമോഡൈനാമിക്സിന്റെ കണ്ടിന്യൂഷൻ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്കണ്ടിന്യൂസ് ലൈക്ക് ഫീലിംഗ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് CFT. ഇറ്റ്സ് ഫ്രം ഇനോർഗാനിക്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, സോ കെമിക്കൽ തെർമോഡൈനാമിക്സ് ബേസിക് ഇൻട്രൊഡക്ഷൻ മെസ്സേജ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് എ മെസ്സേജ്. ഓക്കെ, so we'll be beginning with CFT, crystal field theory. Okay, crystal field theory. This is crystal field theory. All right. So see, inorganic chemistry pillars എന്ന് പറയുന്നത് from net point of view, pillars എന്ന് പറയുന്നത് രണ്ട് ടോപ്പിക് ആണ്. ഒന്ന്, ഇറ്റ് ഇസ് OMC, organometallic compounds, nearly 30 marks ചോദിക്കും. And the other one is coordination. Okay, രണ്ടും വളരെ ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്, വൈഡ് ചാപ്റ്റേഴ്സ് ആണ്, ഓൾമോസ്റ്റ് 20 marks. സോ ഇത് രണ്ടും കവർ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് 50 മാർക്സിനുള്ളതായി. We might not be able to score 50 on 50, but still we can learn for 40. കാരണം OMC-യിൽ നിന്നൊക്കെ അവർ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടുന്നത് ചോദിച്ചാൽ they'll put questions from research papers. Okay, ഒത്തിരി റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ടോപ്പിക് ആണ് OMC. കറ്റാലിസിസ്. ഓക്കെ, ഇത്തവണത്തെ നൊബേൽ പ്രൈസ് കിട്ടിയേക്കുന്നത് ഏതിന്? ഓർഗാനോ കറ്റാലിസിസിനാണ് കിട്ടിയേക്കുന്നത് അല്ലേ. സോ ദിസ് ഇസ് ഫ്യൂച്ചർ സ്കോപ്പ് ഉള്ള ഒരു വൈഡ് ഏരിയ ആണ് അത്. സോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. സോ ദീസ് ടു ആർ ദ പില്ലേഴ്സ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇനോർഗാനിക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ഇറ്റ്, ഗോ ഫോർ OMC ആൻഡ് കോർഡിനേഷൻ. ഓക്കെ, മാർക്ക് സ്കോറിംഗ് ടോപ്പിക്സ് ആണ്. നമ്മൾ പ്രസന്റേഷന്റെ സമയത്ത് പറഞ്ഞില്ലേ, ഏതെങ്കിലും 10 ചാപ്റ്റേഴ്സ് പഠിക്കുക എന്നുള്ളതല്ല. ഇഫ് യു ആർ ലേണിംഗ് 10 ചാപ്റ്റേഴ്സ്, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 120 മാർക്ക് കവർ ചെയ്യാൻ പാകത്തിനുള്ള 10 പഠിക്കുക, സോ ദാറ്റ് യു ക്യാൻ സ്കോർ. ഓക്കെ, സോ അതില് കോർഡിനേഷനിൽ വരുന്ന ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. മോർ ദാൻ വേണം ഒരു 50+ ക്വസ്റ്റ്യൻ എങ്കിലും. ഓക്കെ, ഫ്രം 2011 ആണ് ഞാൻ പറയുന്നത്. 50+ ക്വസ്റ്റ്യൻ എങ്കിലും ഫ്രം ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നമുക്ക് ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ് മീൻസ് ഡയറക്റ്റ് അല്ല, നോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, എല്ലാം ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അറിയാമെങ്കിൽ മാത്രമാണ് നമുക്കത് ഫർദർ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും അതിന്റെ ഫണ്ടമെന്റൽ തിയറി പറഞ്ഞാൽ we'll have to apply crystal field theory. Okay, so it is a very important topic. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എങ്ങനെയാണ് നമ്മൾ ഒക്ടഹെഡ്രൽ കോംപ്ലക്സസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. Oh, this is OMC. Okay, OMC. Okay, shall we begin? Okay. So see, crystal field theoryക്ക് മുമ്പ് എങ്ങനെയാണ് കോർഡിനേഷൻ കോംപ്ലക്സസിന്റെ എക്സിസ്റ്റൻസ് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ, സി ഫ്രം പണ്ട് കാലങ്ങളിലെ പെയിന്റിങ്സ് കണ്ടിട്ടുണ്ടോ?
കുറെ വളരെ ഫേമസ് പെയിന്റിങ്സ് ഉണ്ട്, എസ്പെഷ്യലി ദോസ് വിച്ച് ആർ പെയിന്റഡ് ഇൻ ബ്ലൂ. ഓക്കെ, ബ്ലൂ കളർ പെയിന്റ് എന്ന് വെച്ചാൽ സീ അല്ലെങ്കിൽ സ്കൈ ബ്ലൂ കളർ അതുപോലുള്ള സീനറീസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ആ പെയിന്റിന് ഓർ ദാറ്റ് പീസ് ഓഫ് വർക്കിന് ഇറ്റ് വിൽ ബി വെരി എക്സ്പെൻസീവ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് ഈ ബ്ലൂ കളർ എന്ന് പറയുന്നതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സമയം നീങ്ങും തോറും ദ കളർ വിൽ ഫെയ്ഡ്. അതായിരുന്നു ഈ ബ്ലൂ കളറിന്റെ ഒരു പ്രശ്നം. സോ അതുകൊണ്ട് തന്നെ ഈ ഫെയ്ഡ് ആകാത്ത നീല കളർ പെയിന്റ് അവർ ഡെവലപ്പ് ചെയ്യുന്നു. ഇറ്റ് വുഡ് ബി ഡെഫിനറ്റ്ലി കോസ്റ്റ്ലി ആയിരിക്കും അല്ലെ, കാരണം ടൈം നീങ്ങുന്നതിന്റെ ഒപ്പം ഇറ്റ് ഷുഡ് നോട്ട് ഡീഗ്രേഡ്. അപ്പോൾ അത്തരത്തിൽ സ്റ്റേബിൾ ഇങ്ക്സ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇറ്റ് ബിക്കെയിം എക്സ്പെൻസീവ്. ബ്ലൂ പെയിന്റ് എന്ന് പറയുന്ന എക്സ്പെൻസീവ് ആയി മാറി പണ്ട് കാലങ്ങളിൽ. അപ്പോ ആ ഒരു സമയത്ത് വന്ന ഒരു കോംപ്ലെക്സ് ആണ് പ്രഷ്യൻ ബ്ലൂ. കേട്ടിട്ടുണ്ടാവുമല്ലോ, പ്രഷ്യൻ. സോ ദിസ് ഇസ് എ കോർഡിനേഷൻ കോംപ്ലെക്സ് വിച്ച് ഇസ് വെരി ബ്രൈറ്റ് ബ്ലൂ ഇൻ കളർ. ഓക്കെ, അപ്പൊ ഈ ഒരു കോംപ്ലെക്സിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് റെഡിലി അവൈലബിൾ, വെരി ചീപ്പ്, ആൻഡ് ഇതിന്റെ കളർ വിത്ത് ടൈം ഡീഗ്രേഡ് ചെയ്യില്ല. ഓക്കെ, ഡീഗ്രേഡ് ചെയ്യില്ല. സോ എങ്ങനെയാണ് കോംപ്ലെക്സസ് ശരിക്കും റിയൽ വേൾഡിലേക്ക് വരാൻ തുടങ്ങിയത്? സോ പീപ്പിൾ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓൺ വാട്ട് ഇറ്റ് ഇസ്. എന്താണ് ആ ബ്ലൂ കളേർഡ് പൗഡർ എന്ന് അവർ നോക്കാൻ തുടങ്ങി. സോ ദേ ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഇസ് എ കോംപ്ലെക്സ്. വളരെ കോംപ്ലെക്സ് എന്ന് വെച്ചാൽ ഒരു മെറ്റൽ ഉണ്ട്, അതിന് ചുറ്റും ലിഗാൻഡ് ഉണ്ട്, ആൻഡ് പുറത്ത് കൗണ്ടർ അയോൺസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഫൗണ്ട് ദാറ്റ് എനി കോർഡിനേഷൻ, അങ്ങനെയാണ് സയന്റിസ്റ്റുമാർ ഈ കോർഡിനേഷൻ കോംപ്ലെക്സസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഈവൻ ഫ്രം ഹിറ്റ്ലറിന്റെ കാലഘട്ടത്ത് മുതലേ ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഐ വോണ്ട് ഗോ ഇൻ ടു ദ സ്റ്റോറീസ്. കഥ നമുക്ക് പിന്നെ പറയാം. സോ എനി കോർഡിനേഷൻ കോംപ്ലെക്സ് പറഞ്ഞാൽ ദർ വിൽ ബി, ദീസ് ആർ ദ ബേസിക് കമ്പോണൻസ്. വൺ, ഇറ്റ് വിൽ ബി ഹാവിങ് എ മെറ്റൽ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഈ മെറ്റലിന് ചുറ്റും ലിഗാൻഡ് ഉണ്ടാവും. ഓക്കെ, സപ്പോസ് നമ്പർ അറിയില്ല, ലെറ്റ് ഇറ്റ് ബി എക്സ് നമ്പർ ഓഫ് ലിഗാൻഡ്സ് ആണുള്ളതെന്ന് വിചാരിക്കാം. So the metal ion with the ligand, they form the coordination complex. Okay, metal ion with the ligand form the coordination complex. ചിലപ്പോൾ ഈ coordination complex will be neutral, എന്ന് വെച്ചാൽ ഈ കോംപ്ലക്സിന് പുറത്ത് ചാർജ് ഒന്നും ഉണ്ടാവില്ല, or else it could be positively or negatively charged. It depends. കേട്ടോ, it depends. And if it is positively charged, അതിനനുസരിച്ച് it will be neutralized by counter ions. So let's say counter ions, any counter ions. Okay, I'm representing it like this. Counter ions ഉണ്ടാവും. Okay, so represent ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ we have this brackets. This is the coordination sphere. Okay, this is the coordination sphere. Coordination sphere ന്റെ ഉള്ളിൽ ആരൊക്കെയല്ലേ? We have a metal center, and with the metal we have the ligands. Okay, and if this is charged ആണെങ്കിൽ, positive ആണെങ്കിൽ we call it cationic coordination sphere or cationic complex. Negative ആണെങ്കിൽ you call it anionic complex എന്ന് പറയും. Okay, so if the complex is positively charged, ഇവിടെ counter ion ആയിട്ട് വരുന്നത് chloride, fluoride, bromide പോലുള്ള നെഗറ്റീവ് ligands ആയിരിക്കും. Okay, if this one, ഈ ഒരു പാർട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്തേത് ചാർജ് വരണം, നെഗറ്റീവ് വരണം. ഓക്കെ, അല്ല തിരിച്ചാന്ന് വിചാരിക്കൂ. That is, if the coordination sphere is negatively charged, counter ion എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഫോംസ് ദി കൗണ്ടർ അയോൺ. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഒരു പക്ഷേ, ബട്ട് സ്റ്റിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കൗണ്ടർ അയോൺ എന്ന് പറയാണ്, കാറ്റയോണിക് കോംപ്ലെക്സ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ട് ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് വെച്ചു എന്ന് മാത്രം. ദിസ് ഇസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എനി കോർഡിനേഷൻ കോംപ്ലെക്സ്. ഓക്കെ, ഓഫ് എനി കോർഡിനേഷൻ കോംപ്ലെക്സ്. All right. So ഈ കോർഡിനേഷൻ കോംപ്ലെക്സസിന്റെ ഓരോ പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പല തിയറീസ് വന്നേക്കുന്നത്. ലെറ്റ് മീ accept ഒരു മിനിറ്റ്. Okay, so see, there is ആദ്യം വന്നതാണ് വേർണേഴ്സ് തിയറി.
ഓക്കെ, വേർണേഴ്സ് തിയറി ഫസ്റ്റ് തിയറി ആണ്. കോർഡിനേഷൻ കോംപ്ലക്സസിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞേക്കുന്നത് വേർണേഴ്സ് തിയറി ആണ്. അതിനുശേഷം then came valence bond theory. Valence bond theory വന്നു, valence bond theory. Okay, and then അതിനുശേഷമാണ് നമ്മുടെ crystal field theory വരുന്നത്, crystal field theory. And the last one, crystal field theory ക്ക് ശേഷമാണ് ligand field theory വരുന്നത്. Okay, ligand field theory. So these are all different theories. എന്തിനാ എത്ര തിയറീസ് എന്ന് ചോദിച്ചാൽ these theories are all used to study the properties of, എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്, to study the properties of ആരുടെ, properties of coordination complexes. Okay, coordination complexes. ഓക്കെ, പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ അതിൽ ഏതൊക്കെ പെടും? പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ഓരോ കോംപ്ലക്സ് എക്സിബിറ്റ് ചെയ്യുന്ന കളർ ഓരോന്നായിരിക്കും. ഓക്കെ, വൈ, എന്തുകൊണ്ട്? ഇപ്പൊ സപ്പോസ് ഒരു അയോൺ കോംപ്ലക്സ് എക്സിബിറ്റ് ചെയ്യുന്നത്, പ്രഷ്യൻ ബ്ലൂല് ഉള്ള മെറ്റൽ സെന്റർ എന്ന് പറയുന്നത് Fe ആണ്. Feയും മെറ്റൽ അയോൺ Feയും ലിഗാൻഡ് എന്ന് പറയുന്നത് സൈനൈഡുമാണ്. ഓക്കെ, ദിസ് ഇസ് ദ മെറ്റൽ ആൻഡ് സൈനൈഡ് ആണ് ലിഗാൻഡ്. ഓക്കെ, സോ ഇവിടെ ഇറ്റ് ഇസ് ഷോയിങ് എ ബ്രൈറ്റ് ബ്ലൂ കളർ. തുടക്കത്തിൽ തന്നെ പറഞ്ഞു അല്ലെ, ബ്രൈറ്റ് ബ്ലൂ കളർ ആണ് കാണിക്കുന്നത്. നേരെ മറിച്ച് ഇഫ് ഐ ടേക്ക് ദ സെയിം മെറ്റൽ വിത്ത് അനദർ ലിഗാൻഡ്, വാട്ടർ പോലുള്ള ഒരു ലിഗാൻഡ് ഞാൻ എടുക്കുകയാണെങ്കിൽ കളർ ബ്രൈറ്റ് അല്ല. ഐ എം ടേക്കിംഗ് ദ സെയിം മെറ്റൽ അയോൺ, ബട്ട് ഓൺ ചേഞ്ചിങ് ദ ലിഗാൻഡ് അതിന്റെ കളർ മാറുന്നു. വൈ? ഓക്കെ, ഇനി ഇതേ കോംപ്ലക്സിൽ തന്നെ ദിസ് ഇസ് ഡയാമാഗ്നറ്റിക്. ഈ കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക് ആണ്. നേരെ മറിച്ച് ഇതിനെ റീപ്ലേസ് ചെയ്ത് ഞാൻ വേറെ ഏതെങ്കിലും ലിഗാൻഡ് കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇറ്റ് മൈറ്റ് ടേൺ ടു ബി പാരാമാഗ്നറ്റിക്. ഓക്കെ, സോ എന്താണ് ഇവരുടെ മാഗ്നറ്റിസം? ഓക്കെ, എന്തുകൊണ്ടാണ് ഓരോ കോംപ്ലക്സസ് ചിലതൊക്കെ ഡയാമാഗ്നറ്റിക്, ചിലതൊക്കെ പാരാമാഗ്നറ്റിക്, എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അബൌട്ട് ദ സ്പെക്ട്ര. ഇവിടെ സ്പെക്ട്ര ഒക്കെ എടുക്കുമ്പോൾ യൂഷ്വലി ഇപ്പൊ നമ്മള് മെറ്റൽ കോർഡിനേഷൻ കോംപ്ലക്സസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസിഷൻ മെറ്റൽസ് ആണ് കേട്ടോ. ട്രാൻസിഷൻ ഡി ബ്ലോക്ക് ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. ഓക്കെ, അവരാണ് കോർഡിനേഷൻ കോംപ്ലക്സസ് ഫോം ചെയ്യുന്നത്. അപ്പൊ യൂഷ്വലി ഡി ബ്ലോക്ക് മെറ്റൽസിന്റെ സ്പെക്ട്ര എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബ്രോഡ് ലൈക്ക് ദിസ് ഇസ് വാട്ട് വി എക്സ്പെക്ട്. പക്ഷെ ഇൻ റിയാലിറ്റി നമുക്ക് എന്താ കിട്ടുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ കിട്ടും ലൈക്ക് ദിസ്. These are called shoulders. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? ദാറ്റ് മീൻസ് കോർഡിനേഷൻ കോംപ്ലക്സസിൽ പല പ്രോപ്പർട്ടീസ് ആണ് അവർ എക്സിബിറ്റ് ചെയ്യുന്നത്. ദിയർ കളർ, ദിയർ മാഗ്നറ്റിസം, ദ വേ ദേ അറേഞ്ച് ദംസെൽവ്സ്, അവരുടെ ഹൈഡ്രേഷൻ എനർജി, അവരുടെ ലാക്റ്റിസ് എനർജി, അവരുടെ സ്പെക്ട്ര, അവരുടെ അങ്ങനെ. ഓക്കെ, so oxidizing power, അവരുടെ reducing nature, so these are all varying. same metal atom തന്നെയായിരിക്കും, പക്ഷെ അവന്റെ ചുറ്റും വരുന്ന ലിഗാൻഡിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ മുകളിലുള്ള ഈ ചാർജ് ഇല്ലേ, ദിസ് ചാർജ്, ഈ ചാർജിന്റെ ബേസിസിൽ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കുന്നു. സോ വൈ ആർ ദീസ് പ്രോപ്പർട്ടീസ് ചേഞ്ചിങ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിയറീസ് ഒക്കെ വന്നേക്കുന്നത്. സോ വേർണേഴ്സ് തിയറി ആയിരുന്നു ആദ്യം ഡെവലപ്പ് ചെയ്തത്. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. വാലൻസ് ബോണ്ട് തിയറി വന്നു. വാലൻസ് ബോണ്ട് തിയറിക്കും കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സോ ആ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഇൻ ടു എക്സിസ്റ്റൻസ് വന്നത്. So today we'll be discussing about crystal field theory. So before moving to the theory, you should know what are coordination compounds. Coordination compounds in the general structure ningal padichu, but why coordination? എന്തുകൊണ്ടാ coordination എന്ന് പറഞ്ഞ വാക്ക് വന്നത്? Why coordination compounds എന്ന് അങ്ങനെ വിളിക്കുന്നേ? കോർഡിനേഷൻ ബോണ്ട്. എക്സാക്ട്, കോർഡിനേറ്റ് ബോണ്ട് കേട്ടോ. ഈ കോംപ്ലക്സസിൽ എല്ലാം കോമൺ ആയിട്ടുള്ളത് കോർഡിനേറ്റ്. ഇറ്റ്സ് ദ കോർഡിനേറ്റ് ബോണ്ട്. എന്താ കോർഡിനേറ്റ് ബോണ്ട് എന്നറിയോ? സി യു ഷുഡ് നോ ദ ഡിഫറൻസ്. ഓക്കെ, ആര് ചോദിച്ചാലും നമ്മൾ പറയണം ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കോർഡിനേറ്റ് ബോണ്ട് ആൻഡ് എ കോവാലന്റ് ബോണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയായിരിക്കും കാണുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഉണ്ടാവുള്ളൂ. ദിസ് ഇസ് ദ വേ ദേ റെപ്രസെന്റ്. കോർഡിനേഷൻ കോംപ്ലക്സിനെ അവരിങ്ങനെ കാണിക്കും. Just a second, like this. Okay, പക്ഷെ ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ്, ശരിക്കും ഇത് എല്ലാ റെഫറൻസ് ബുക്സിലും അവർ ഇങ്ങനെയാണ് റെപ്രസെന്റ്. ദിസ് ഇസ് എ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. മെറ്റലിന് ചുറ്റും 6 ലിഗാൻഡ് വരികയാണെങ്കിൽ വി കോൾ ഇറ്റ് ഒക്ടാഹെഡ്രൽ. ഓക്കെ, ബട്ട് ശരിക്കും അവിടെ നടക്കുന്നത് പ്രിസൈസ്ലി നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്.
Okay, like this. Okay, okay, so എന്താണ് ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. So first, suppose you have two species A and B. എന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണും ബിന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണും തമ്മിൽ മ്യൂച്വൽ ഷെയറിംഗ്, ഓക്കെ, ലിസൺ, മ്യൂച്വൽ ഷെയറിംഗ് വഴിയാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ ദിസ് ഇസ് കോൾഡ് കോവാലന്റ് ബോണ്ട്. ഓക്കെ, നമ്മൾ എങ്ങനെ എഴുതുക? ലൈക്ക് ദിസ്, AB. കോർഡിനേറ്റ് ബോണ്ട് ഇസ് ഡിഫറെന്റ്. കോർഡിനേറ്റ് ബോണ്ട് എന്ന് വെച്ചാൽ വി സെഡ് കോർഡിനേഷൻ കോംപ്ലക്സസിലെ സെൻട്രൽ മെറ്റൽ എന്ന് പറയുന്നത് എവിടെ ബിലോങ് ചെയ്യുന്നത്? ദേ ബിലോങ് ടു ദ ഡി ബ്ലോക്ക് സീരീസ്, അല്ലെ, ഡി ബ്ലോക്ക്. അപ്പൊ ഇവരുടെ കയ്യിൽ എന്തുണ്ടാവും? ഇവരുടെ കയ്യിൽ വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ടാവും. വേക്കന്റ് ഡി ഓർബിറ്റൽസ്. സോ ഇഫ് ദേ ഹാവ് വേക്കന്റ് ഡി ഓർബിറ്റൽസ്, ഈ ലിഗാൻസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ലിഗാൻസ്, ഓക്കെ, ലിഗാൻസിന്റെ ഡ്യൂട്ടി എന്താ? അവൻ എന്താ ചെയ്യുന്നത്? ലിഗാൻസിന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കൊടുക്കുക ഫോർ ബോണ്ടിങ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായില്ലേ? കോവാലന്റ് ബോണ്ടില് വാട്ട് വി ഹാവ് ഇസ് മ്യൂച്വൽ ഷെയറിംഗ്. ഇവിടെ ദിസ് ഇസ് മ്യൂച്വൽ ഷെയറിംഗ്. ഇവിടെ മ്യൂച്വൽ ഷെയറിംഗ് അല്ല, M വേക്കന്റ് ആണ്. ഓക്കെ, വേക്കന്റ് ആയിട്ടുള്ള മെറ്റലിലേക്ക് ലിഗാൻഡ് അവന്റെ കയ്യിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൊടുത്തുകൊണ്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുള്ളൂ, ലൈക്ക് കോവാലന്റ് ബോണ്ട്. ശരിക്കും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? ഇങ്ങനെ. ഓക്കെ, നിങ്ങൾ നാളെ എവിടെയെങ്കിലും പോയി പഠിപ്പിക്കുമ്പോൾ യു ഷുഡ് റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ വേണം എഴുതാൻ. ദിസ് ഇസ് കോർഡിനേറ്റ് ബോണ്ട്. ബോണ്ട് എന്താ പറയാ? കോർഡിനേറ്റ് ബോണ്ട്. ഓക്കെ, കോർഡിനേറ്റ് ബോണ്ട്. അപ്പൊ കോർഡിനേഷൻ കോംപ്ലക്സസിൽ എന്ത് ബോണ്ട്സ് ആണുള്ളത്? കോർഡിനേറ്റ് ബോണ്ട്സ് ആണുള്ളത്. So let us see some examples. For example, you have a complex containing ammonia. എവിടെ മെറ്റലിന്റെ വേക്കന്റ് ഓർബിറ്റലിലേക്ക് അമോണിയ ലിഗാൻഡ് ആയിട്ട് വരികയാണെങ്കിൽ അമോണിയന്റെ കയ്യിൽ എന്താ? നൈട്രജന്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട് അല്ലേ? സോ ദിസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും? ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഹെൻസ് ഇറ്റ് ഫോംസ് എ കോംപ്ലെക്സ്. ഓൾറൈറ്റ്, ആൻഡ് അതുപോലെ എല്ലാം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൊടുത്തുകൊണ്ട് ഫോം ചെയ്യുന്ന ലിഗാൻസിനെ, കോംപ്ലക്സസിനെയാണ് കോർഡിനേറ്റ് കോംപ്ലക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് യു ഹാവ് CN ആണെന്ന് വിചാരിക്കൂ. ഇവിടെ കാർബണിന്റെ കയ്യിലാണ് കേട്ടോ ലോൺ പെയർ ഉള്ളത്. ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ കാർബൺ ആണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന് കൊടുക്കുന്നത്. സോ ദിസ് ഇസ് കോർഡിനേറ്റ് ബോണ്ട്, ആൻഡ് കോർഡിനേറ്റ് ബോണ്ട് കണ്ടെയ്നിങ് സ്പീഷീസിനെയാണ് കോർഡിനേഷൻ കോംപ്ലക്സസ് എന്ന് പറയുന്നത്. നൗ വിൽ മൂവ് ടു CFT. ബേസിക് ടെർമിനോളജീസ് ഒക്കെ ആയി. CFTയില് the first point that you have to know is very important is ഇവിടെ overlapping എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. No overlapping. ഓക്കെ, എന്ന് വെച്ചാൽ VBTക്ക് ശേഷമാണ് CFT വന്നതെന്ന് പറഞ്ഞു. വാലൻസ് ബോണ്ട് തിയറിയിലാണ് ഈ ഹൈബ്രിഡൈസേഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. sp3, sd3, dsp2, sp3d2 പോലുള്ള ഹൈബ്രിഡൈസേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് VBTയിലാണ്. ഓക്കെ, ഇവിടെ ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്നോ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്നോ ഒന്നുമില്ല. No overlapping or no hybridization. This is the first point. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ല, CFTയിൽ ഇല്ല. കംപ്ലീറ്റ് തിയറി പറഞ്ഞിരിക്കുന്നത് എന്തിന്റെ ബേസിസിലാണെന്നറിയോ? കംപ്ലീറ്റ് തിയറി പറഞ്ഞിരിക്കുന്നത് ബേസ്ഡ് ഓൺ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. നമ്മൾ തിയറി പറയാൻ വേണ്ടിയിട്ട് ഡോമിനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് റിപ്പൾസീവ് ഫോഴ്സസ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനും ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻസുമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു തരത്തിലുള്ള ഓവർലാപ്പിങ്ങോ ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ ഫോർമേഷനോ അങ്ങനെ ഒന്നുമില്ല. ഇസ് ഇറ്റ് ക്ലിയർ? sp3 ടെട്രാഹെഡ്രൽ ആണെങ്കിൽ sp3 ഹൈബ്രിഡ് 4 എണ്ണം ഫോം ചെയ്യും. 4 109 ഡിഗ്രി 28 മിനിറ്റ്സിൽ അലൈൻ ചെയ്യും. അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, only forces of attraction and repulsions. ഓക്കെ, ആര് തമ്മിലാണ് അട്രാക്ഷനും റിപ്പൾഷനും? ആർക്കിടയിലാണ് ഈ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ റിപ്പൾഷൻ? മെറ്റൽ ആറ്റംസും ലിഗാൻസും തമ്മിൽ. എക്സാക്ട്ലി.
the central metal and the ligand. കാരണം എന്താ, മെറ്റൽ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, അവന്റെ കയ്യിൽ വേക്കന്റ് d orbitals ഉണ്ട്. ആരാണ് ഇലക്ട്രോൺസിനെ കൊണ്ടുവരുന്നത്? ലിഗാൻഡ്സ്. അപ്പൊ CFTയില് ഈ ലിഗാൻഡ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്ററാക്ട് ചെയ്യാൻ വരുന്ന ഈ ലിഗാൻഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ഒന്ന്, ഇറ്റ് ഇസ് ദി പോയിന്റ് ചാർജസ്. ഒന്ന് point charges. Point charges means വരുന്ന ലിഗാൻഡ് ചാർജ്ഡ് ആയിരിക്കും. Like F minus, OH minus, CN minus, SCN minus, like this. Okay, വരുന്ന ലിഗാൻഡ്സ് ചാർജ്ഡ് ആയിരിക്കും. അതിന്റെ മുകളിൽ യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ആകണമെന്നൊന്നുമില്ല. സപ്പോസ് ഓക്സിലേറ്റ്. ഓക്കെ, C2O4 2 minus ആണ്. This is equivalent to C2O4 2 minus. So already charged ആയിട്ടുള്ള ലിഗാൻഡ്സ് വരികയാണെങ്കിൽ you call them point charges, അല്ലെങ്കിൽ you call them point dipoles. Point dipoles. Okay, point dipoles പറഞ്ഞ ചാർജ് ഇല്ല. Okay, like this. NH3 ചാർജ് ഇല്ലല്ലോ, പക്ഷെ ഇവന്റെ കയ്യിൽ ആരുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. വാട്ടർ ചാർജ് ഇല്ല. ഓക്കെ, സി അമോണിയ കൊടുക്കാം. ഓക്സിജൻ 2 ലോൺ പെയർ ഉണ്ട്, കൊടുക്കാം. ഓക്കെ, സോ ദീസ് ആർ, ഇങ്ങനെയാണ് ലിഗാൻഡ്സിനെ CFT പ്രകാരം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓൾറൈറ്റ്, സോ നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് ഒരു മെറ്റലിന്റെ വേക്കന്റ് ആയിട്ടുള്ള d ഓർബിറ്റലിലേക്ക് ലിഗാൻഡ്സ് അവന്റെ ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന സമയത്ത് what are the forces of repulsion and attraction that's being dominant? Okay, ligands അവരുടെ ഇലക്ട്രോൺ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു ലിഗാൻഡ് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ പോകുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് റിപ്പൾഷൻസ് ആർ ഹാപ്പനിങ്? ആ റിപ്പൾഷൻസിന്റെ ഫലമായിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് എങ്ങനെയാണ് കോംപ്ലക്സ് സ്റ്റേബിൾ ആകുന്നത്? ആൻഡ് സ്റ്റേബിൾ ആകുന്നുണ്ടെങ്കിൽ അത് എത്ര കണ്ട് സ്റ്റേബിൾ ആകുന്നു? Okay, so these are the factors that we are going to learn today. Okay, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. We are going to begin the theory. Clear ആണോ? ഡൗട്ട് ഇല്ല? Okay, clear ആണ്. So ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതായിരുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാവുന്നതായിരിക്കും. ഇനി പറയാൻ പോകുന്നതും അറിയാവുന്നതൊക്കെ തന്നെയായിരിക്കും. ബട്ട് സ്റ്റിൽ നാളെ നിങ്ങൾ ഇതിന്റെ അഡ്വാൻസ് ടോപ്പിക് ക്ലാസ്സസ് കേൾക്കുമ്പോൾ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നാളെ നിങ്ങൾ ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള ക്ലാസ്സസ് കേൾക്കുമ്പോൾ ബേസിക് ടെർമിനൽസ് അവർ പറയും CFS ഈസ് ഗ്രേറ്റർ ദാൻ പെയറിംഗ് എനർജി, അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. ഇത് നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ആകണമെങ്കിൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ our foundation must be very strong. നമ്മുടെ കോൺസെപ്റ്റ് അതുപോലെ സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ചില ആൾക്കാർ പറയില്ലേ കത്തുന്നില്ല, പെട്ടെന്ന് കത്തുന്നില്ല, എനിക്കറിയായിരുന്നു. അതെന്തുകൊണ്ടാ? ദാറ്റ് ഇസ് ബിക്കോസ് ആ ഒരു സ്പാർക്ക്, എവിടെ ഒരു സ്പാർക്ക് മിസ്സിംഗ് ആണ്. അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ബേസിക് ടെർമിനോളജീസ് ഇത്ര വലിച്ചു നീട്ടി പറയുന്നത്. ശരി, സോ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എവിടെ? ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ്. ഓക്കെ, ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് നമ്മൾ ഇതിന്ന് മാത്രം ഡിസ്കസ് ചെയ്യുള്ളൂ. വിൽ ഡു സം പ്രോബ്ലംസ്, പ്രീവിയസ് ഇയർ നെറ്റ് പ്രോബ്ലംസ്. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. തുടങ്ങാം. So before going, okay, so before discussing the splitting, you have to know the different types of d orbitals. Okay, എന്ന് വെച്ചാൽ ഞാനൊരു ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അതിൽ ഫസ്റ്റ് ബോണ്ട് ഒന്നും ഫോം ചെയ്തിട്ടില്ല കേട്ടോ, മെറ്റൽ ആണ്. മെറ്റൽ ഫസ്റ്റ് സെം കുട്ടികൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെം നിങ്ങൾക്ക് കോർഡിനേഷൻ പഠിക്കാനുണ്ട്. ഫസ്റ്റ് തിയറി പഠിക്കാനുള്ളതും CFT ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ ഇഫ് എനി ഡൗട്ട്സ് യു ക്യാൻ ക്ലാരിഫൈ കേട്ടോ. ഉണ്ടോ കോർഡിനേഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുണ്ടോ ആർക്കെങ്കിലും? യെസ് ഉണ്ട് മാം. ഓക്കെ, ഫൈൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. സോ നൗ യു ഹാവ് മെറ്റൽ ഇൻ മെറ്റൽ അയോൺ. യൂഷ്വലി എന്തുകൊണ്ടാണ് ഈ മെറ്റൽ അയോൺ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ യൂഷ്വലി ദേ വിൽ ബി എക്സിബിറ്റിംഗ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സീറോ ഇല്ല എന്നല്ല കേട്ടോ. സീറോ, സപ്പോസ് യു ഹാവ് നിക്കൽ
carbonyl 4 times. This is a complex where nickel is in its zero oxidation state. Okay. Metal can even exhibit zero oxidation state, no problem. But most commonly, we exhibit the positive oxidation state. Positive oxidation state ആണെങ്കിൽ അവൻ എന്താണ് ഇലക്ട്രോൺസിനോടുള്ള അഫിനിറ്റി കൂടുതൽ അല്ലെ ഇലക്ട്രോൺസ് ഇട്ടാവട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ അവൻ അട്രാക്ട് ചെയ്യും ഇനിയിപ്പോ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യില്ല എന്നല്ല ഇവന്റെ കയ്യിൽ എന്തുണ്ട് വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ഉണ്ട് മതി ഇലക്ട്രോൺസ് വന്ന അതിന് കൊടുക്കാൻ സ്ഥലം ഉണ്ടല്ലോ അത് മതി ഓക്കെ വരുന്ന ഇലക്ട്രോൺസിന് കൊടുക്കാൻ ഒരു ഇടം വേണം അതാണ് ആ ക്യാരക്ടറിന് എന്താ പറയണേ Lewis acidity. Oh, Lewis acidity. Metals are usually Lewis acidic in nature. Okay, electron deficient ആണ്. Okay, fine. So metal ion ആദ്യം what you can see is all the 5 d orbitals are degenerate. ഇനി എന്താ degenerate? There are 5 of d same orbitals. energy. Exactly. എന്ന് വെച്ചാൽ metal ion കയ്യിൽ metal ion in free state. Okay, free state എന്ന് വെച്ചാൽ എന്താ അവന്റെ ചുറ്റുപാട് എവിടെ നോക്കിയാലും ലിഗാൻഡിനെ ഒന്നും കാണില്ല ഓക്കെ ഹീസ് ഫ്രീ മെറ്റൽ അയോൺ ഇസ് ഫ്രീ അപ്പൊ മെറ്റൽ അയോണിന്റെ കയ്യിൽ 5 ഉണ്ട് ഡി ഓർബിറ്റൽസ് ഓക്കെ സോ ഐ ഷോ ദോസ് ഡി ഓർബിറ്റൽസ് ഓക്കെ ജസ്റ്റ് എ സെക്കൻഡ് ഒന്ന് അക്സെപ്റ്റ് ചെയ്തോട്ടെ അമൃത സോ സി ഈ ഡി ഓർബിറ്റൽസിനെ തന്നെ ഐ വിൽ ബി മെൻഷനിങ് 2 names. Okay, one, this is the first set of d orbitals. ഈ d orbitals in the orientation എങ്ങനെയാണെന്ന് നോക്കൂ. This lobe, ഇത് നോക്കൂ, suppose this is z axis എന്ന് വിചാരിക്കുക, this is x axis എന്ന് വിചാരിക്കുക, and this is y axis എന്ന് വിചാരിക്കുക. Okay, ഈ ലോബ് എങ്ങനെ കിടക്കുന്നത്? This one. ഈ ലോബ് കിടക്കുന്നത് this is oriented along z axis. Exactly അല്ലേ? Exactly z axis നോട് അലൈൻ ചെയ്തിട്ടാണ് ഇവ നിൽക്കുന്നത്. Like this. ഇതാണ് z axis എങ്കിൽ ഇങ്ങനെയാണ് ഈ ലോബ് നിൽക്കുന്നത് and there is an electron cloud like this at the center. Okay. So this is called dz square. ഇത് along ഏത് axis ആ? This is along z axis. What about the other one on the left? അവൻ എങ്ങനെ നിൽക്കുന്നത്? ഞാൻ സൈഡ് വ്യൂ വരയ്ക്കുകയാണെങ്കിൽ it will look like this. If this is x axis and if this is y axis, ഇവന്റെ orientation എങ്ങനെയാണെന്നറിയോ? Let me accept. Orientation is like this along the axis. Kando? Positive, negative. Okay, like this. Kananile, see, ഞാൻ protrude ചെയ്ത് വരച്ച് കാണിച്ചുതരാം. See, this is one axis. X axis ആണെന്ന് വിചാരിക്കൂ. Then this will be y axis, perpendicular. So these lobes are lying along the axis. അതുകൊണ്ട് I'll call these two. ഈ രണ്ട് പേരെ I'll be calling axial orbitals. Axial, to be more specific, axial d orbitals എന്ന് വിളിക്കും. Axial d orbital. Okay. Fine. Axial d orbitals. എന്തുകൊണ്ട് axial എന്ന് പറയുന്ന ഒരു ടേം ഞാൻ ആഡ് ചെയ്യാൻ കാരണം the lobes of these orbitals are oriented along axis. ഇതാണെങ്കിൽ if you take the figure on the right, ഇവിടത്തെ ലോബ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് along z axis ആണ്. And if you take the figure on the left, the lobes are oriented along x and y axis. Okay. Now there is a set of another. Oh, sorry. Now there is another set of d orbitals with non-axial orbitals, non-axial ones. Okay, like this. Second. Okay, ഇവരെങ്ങനെയാന്ന് ചോദിച്ചാൽ ലോബ്സ് ഒന്നും ആക്സസുകളിലൂടെ അല്ല പ്ലേസ് ചെയ്തിരിക്കുന്നത്. I'll just show one example. Rest all are similar. ഇപ്പൊ XY, ഈ XY പറഞ്ഞാൽ എക്സും y ആക്സിസും ഉണ്ട്. The lobes കണ്ടോ എങ്ങനെ കിടക്കുന്നതെന്ന്? This is an axis. Suppose this is x, this will be y. Lobes എങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നത് നോക്കൂ. In between, like this, അല്ലെ? In between the axis. In between that. Similarly, ഇവിടെ എങ്ങനെയായിരിക്കും? The lobes അവർ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? In between x and z, like this. And what about this?
ഇവിടെ the lobes will be oriented in between y and z. Okay. So, appa ivaronnum along the axis alla avade space occupy cheyyunnathu. As a result, these are called non-axial orbitals. Non-axial orbitals. Appa axial orbitals etra perundu? രണ്ട്. Non-axial etra perundu? 3. Okay, 3 in number. So, what I'm going to consider is we are forming an octahedral complex. Octahedral complex മുകളിൽ എക്സാമ്പിൾ പറഞ്ഞു. octahedral complex ഫോം ചെയ്യണമെങ്കിൽ മെറ്റലിന് ചുറ്റും എത്ര ലിഗാൻഡ് ആണ് കോർഡിനേറ്റ് ബോണ്ട്സ് ഉണ്ടാക്കാൻ വരിക? 6 പേര്. അതെ, 6 ലിഗാൻഡ്സ് അല്ലേ? 6 ലിഗാൻഡ്സ് വരും. സോ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ഈ മെറ്റലിന് ചുറ്റും 6 ലിഗാൻഡ്സ് വരികയാണ്. ഓക്കെ, ലൈക്ക് ദിസ്. ബോണ്ട് ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് അപ്രോച്ച് ചെയ്യാണ്. They are approaching the metal. എന്തിന്? കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നു. സോ വെൻ they approach, okay, മെറ്റലിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് let me draw an axis here. ഈ ആക്സിസ് കാണിക്കുന്നത് ഇൻക്രീസ് ഇൻ എനർജി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയോ? they will form a symmetric ligand field. കണ്ടോ? സിമെട്രിക് ലിഗാൻഡ് ഫീൽഡ് എന്ന് വെച്ചാൽ മെറ്റലിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അപ്പറെ ലിഗാൻഡ്സ് എല്ലാം ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഓൾ ദ ഡി ഓർബിറ്റൽസ്, ഈ 5 എണ്ണം വരെ സൂചിപ്പിക്കുന്ന നമ്മൾ പറഞ്ഞേക്കുന്ന ആക്സിയലും നോൺ ആക്സിയലും ഇനീഷ്യലി ഫ്രീ ആവുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഇസ് ഫ്രീ ലിഗാൻഡ്സ് ഒന്നുമില്ലെങ്കിൽ ഇവരുടെ ഒക്കെ എനർജി ഒന്നാണ്. ദേ ആർ ഡീജനറേറ്റ്. ഓൾ ദ 5 ഓർബിറ്റൽസ് ആർ ഓഫ് സെയിം എനർജി. ആരുടെ ഫീൽഡ് ഫോം ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അപ്പുറം ഈ 6 പേരെ കാണാൻ പറ്റുന്നത്. സോ വാട്ട് ഹാപ്പൻ, ഈ 5 പേരുടെയും എനർജി കൂടും. റെഫറൻസ് ബുക്സിലൊക്കെ ആണെങ്കിൽ ഇത് സ്റ്റേറ്റ് 2 എന്നും ഇത് സ്റ്റേറ്റ് 1 എന്നും ഒക്കെ എഴുതി കാണും. വൈ? വാട്ട് ഡു യു തിങ്ക്? എന്തായിരിക്കും റിപ്പൾഷനുള്ള കാരണം? ആർക്കിടയിലായിരിക്കും റിപ്പൾഷൻ? ആൻഡ് സി, റിപ്പൾഷൻ മീൻസ് അത് ഇൻസ്റ്റെബിലിറ്റിക്കുള്ള കാരണമാണ് അല്ലേ? See, this is very important. Energy is inversely proportional to stability. Okay, stable ആവണമെങ്കിൽ എന്താ വേണ്ടത്? അട്രാക്ട് ചെയ്ത് നിർത്തുകയാണ് വേണ്ടത്. റിപ്പൾഷൻ കൂടുക എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? റിപ്പൾഷൻ കൂടുക എന്ന് വെച്ചാൽ ആ സിസ്റ്റമിന്റെ എനർജി കൂടുക എന്നാണ് അർത്ഥം. എനർജി കൂടുക എന്ന് വെച്ചാൽ സിസ്റ്റമിന്റെ സ്റ്റെബിലിറ്റി കുറയുക എന്നാണ് അർത്ഥം. ഓക്കെ, സോ മേക്ക് ദിസ് പോയിന്റ് വെരി ക്ലിയർ. റിപ്പൾഷൻസ് കൂടുകയാണെങ്കിൽ എനർജിയും കൂടിക്കൊണ്ടിരിക്കും. ശരി, എന്തുകൊണ്ടാണ് ഇവിടെ എനർജി കൂടി കാണുക? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് റിപ്പൾസീവ് ഇന്ററാക്ഷൻസ്. എന്തൊക്കെ റിപ്പൾസീവ് ഇന്ററാക്ഷൻസ് ആണുള്ളതെന്ന് അറിയോ? 2 എണ്ണം. ഒന്ന് ഇലക്ട്രോൺ റിപ്പൾഷൻസ്. ആരുടെ? മെറ്റലിന്റെ കയ്യില് ഓർ എന്തായാലും ഡി ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഉണ്ടാകും. അതുപോലെ തന്നെ ലിഗാൻഡ്സ് എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ കൊണ്ടാണ് വരുന്നത് അല്ലേ? സോ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തിക്കഴിയുമ്പോൾ റിപ്പൾഷൻസ് ആക്ട് ചെയ്യാൻ തുടങ്ങും. റിപ്പൾസീവ് ഇന്ററാക്ഷൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് റിപ്പൾസീവ് ഇന്ററാക്ഷൻസ് പറഞ്ഞാൽ എനർജി കൂടും, സ്റ്റെബിലിറ്റി കുറയും. കണ്ടോ? എനർജി കൂടി. ആദ്യം പൊസിഷൻ ഇവിടെയായിരുന്നു, പിന്നെ പൊസിഷൻ ഇവിടെയായി. ഓക്കെ, ഇലക്ട്രോൺ റിപ്പൾഷൻസ് one reason which is dominant. അതല്ലാതെ there is even ന്യൂക്ലിയർ റിപ്പൾഷൻ ഉണ്ട്. മെറ്റലിന്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ട്, ലിഗാൻഡിന്റെയും സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ടാവും, അവിടെയും പ്രോട്ടോൺസ് ഉണ്ട്. പ്രോട്ടോൺ റിപ്പൾഷൻസ് കാരണവും ഡീസ്റ്റെബിലിറ്റിക്ക് കാരണമാണ്, ഓർ റിപ്പൾഷൻസിന് കാരണമാണ്. റിപ്പൾഷൻസിന്റെ ഫലമായിട്ട് എനർജി കൂടുന്നു. Is this clear? ഡൗട്ട് ഇല്ലല്ലോ? ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സിസ്റ്റമിൽ റിപ്പൾഷൻ ആക്ട് ചെയ്യാന്ന് വെച്ചാൽ, റിപ്പൾഷൻ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി. റിപ്പൽ ചെയ്ത് പോവാന്ന് വെച്ചാൽ ഇറ്റ്സ് എ കേസ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി കുറയാന്ന് വെച്ചാൽ, സി ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സ്റ്റെബിലിറ്റി കുറയാമെങ്കിൽ എനർജി കൂടും. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇനി ഒക്ടാഹെഡ്രൽ ജോമെട്രി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഐ പുട്ട് ദിസ് ഒക്ടാഹെഡ്രൽ ജോമെട്രി ഇൻസൈഡ് എ ക്യൂബ്. എന്നിട്ട് കാണിച്ചു തരാം. ലെറ്റ് മീ ഡ്രോ. വരയ്ക്കല്ലേ, ഞാൻ വരച്ചിട്ട് വരയ്ക്കാമേ.
Okay. So this is a cube. Let's say this is x-axis. Front face il ninnu porthekku. Okay. Hope I'm clear. Front face il ninnu porthekku varunathu let's say y-axis aanu. Top face il ninnu mugalilekku povunnathu z-axis aanu. Suppose this is the way I have chosen my axis. എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം നിങ്ങൾക്ക്. And I'm placing an octahedral complex. നിങ്ങൾക്ക് ഒരു പോയിന്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മെറ്റൽ. Octahedral complex എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞു? ചുറ്റും 6 ligand. Okay. 6 ligandനെ പ്ലേസ് ചെയ്യണേ. L1 at the center of the top face. L1 at the center of the bottom face. Okay. Then 4 others. One on the right. One on the left. ഒരെണ്ണം പുറകില്. ഒരെണ്ണം മുന്നില്. Okay. Okay. Now observe. Ligands അവരുടെ സ്പേസ് എവിടെ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്? ഫേസ് സെന്റേഴ്സിൽ കേട്ടോ. ക്യൂബിന്റെ ഫേസ് സെന്റർ. ഇതാണ് ഒരു ഒക്ടഹെഡ്രൽ ജോമെട്രി. ഒക്ടഹെഡ്രൽ ജോമെട്രി പറഞ്ഞ ഡൗട്ട് ഇല്ലല്ലോ. ഇങ്ങനെ ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ്. സ്ക്വയർ പ്ലെയിനിൽ 4 ലിഗാൻസ് ഉണ്ടാവും ലൈക്ക് ദിസ്. 4 പേര് സ്ക്വയർ പ്ലെയിനിൽ. സപ്പോസ് നിങ്ങളുടെ പേപ്പറിലാണെങ്കിൽ മെറ്റലും 4 ലിഗാൻഡും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവും. ഒരു ലിഗാൻഡ് മുകളിലായിരിക്കും, ഒരു ലിഗാൻഡ് പേപ്പറിന്റെ താഴെയായിരിക്കും ലൈക്ക് ദിസ്. ദിസ് ഫോംസ് എ ഒക്ടാഹെഡ്രൽ ജോമെട്രി കേട്ടോ. This forms an octahedral geometry like this. Check. This is octahedral geometry. So octahedral geometry തന്നെ ഞാൻ ക്യൂബിന്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. Now see, ഒന്ന് zoom ചെയ്യാം. Okay, now see. ഈ ലിഗാൻസ് വന്ന വഴിയാണ് നോക്കേണ്ടത് കേട്ടോ. ലിഗാൻസ് എങ്ങനെയാ വന്നേ? ഈ ലിഗാൻഡ് എങ്ങനെയാ വന്നേക്കണേ? എവിടെ? ഈ ലിഗാൻഡ് ആക്സിസിലൂടെയാണ് വന്നത്. അതെ, നോക്കൂ. Z ആക്സിസിലൂടെ. Z ആക്സിസിന്റെ അവിടെ എന്താ ഉള്ളത്? മെറ്റലിന്റെ കയ്യില് നമ്മൾ കണ്ടു അല്ലേ? ആരുണ്ട്? dz square ഉണ്ട്. ഓക്കെ. സോ ഈ ലിഗാൻഡ് ഐ എം ലേബലിംഗ് ഇറ്റ് സോ ദാറ്റ് യു കൻ അണ്ടർസ്റ്റാൻഡ്. ലിഗാൻഡ് 1 ആൻഡ് ലിഗാൻഡ് 2 വന്ന വഴിക്ക് ലിഗാൻഡിന് ആരെ കാണാൻ പറ്റും? dz സ്ക്വയറിനെ കാണാൻ പറ്റും. dz സ്ക്വയറിൽ ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ. പോയിന്റ് 1. നെക്സ്റ്റ് പോയിന്റ് മനസ്സിൽ വെച്ചാൽ മതി. ഒരു കഥ പോലെ നിങ്ങൾ കേട്ടാൽ മതി. നെക്സ്റ്റ് വൺ സി. What about this? ഇത് ഏതാ ഓർബിറ്റൽ? dx square minus y square. അല്ലേ? എലോങ് എക്സ് ആൻഡ് വൈ ആക്സിസ് ആണ് ഈ ലോബ് കിടക്കുന്നത്. ആൻഡ് ആ ലോബ്സ് ആയിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷനിൽ വരുന്ന എത്ര ലിഗാൻസ് ഉണ്ട്? 4 പേര് അല്ലേ? 4 പേര്. So I can say that, മനസ്സിലാവുന്നുണ്ടോ? Okay, ജസ്റ്റ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. So what we can conclude from this is, ഒരു മെറ്റലിന് ചുറ്റും 6 ലിഗാൻസ് വരികയാണ്. So that it has to form an octahedral geometry. Octahedral geometry ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 6 ലിഗാൻസ് വരണം. അപ്രോച്ച് ചെയ്യണം മെറ്റലിനെ. എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്? along dx square y square and along dz square. This is the path of approach. അല്ലെ? ദിസ് ഇസ് ദ പാത്ത് ഓഫ് അപ്രോച്ച്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ലിഗാൻസ് ഇലക്ട്രോൺസിനെ കൊണ്ടുവരുന്നു. ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോ സി ദ നെക്സ്റ്റ് വൺ ഇസ് വെരി ഇമ്പോർട്ടന്റ്. വെരി ഇമ്പോർട്ടന്റ്. വാട്ട് ഹാപ്പൻസ് ഇസ് ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ആകും. എങ്ങനെ സ്പ്ലിറ്റ് ആകുമെന്നറിയോ? മുകളിൽ 2 പേർ, താഴെ 3 പേർ. Can you tell me why? എന്തുകൊണ്ടാണ് മുകളിലേക്ക് 2ഉം താഴേക്ക് 3ഉം വന്നത്? അതെ. സി വാട്ട് ഹാപ്പൻസ് എന്നറിയോ? ലിഗാൻസ് വരുന്നത് നമ്മൾ കണ്ടു ആക്സിയൽ ഓർബിറ്റൽസ് വഴിയാണ് വരുന്നത് കണ്ടു. ആക്സിയൽ ഓർബിറ്റൽസ് എത്ര പേരാണുള്ളത്? 2. dz സ്ക്വയറും dx സ്ക്വയർ y സ്ക്വയർ. അപ്പൊ വാട്ട് ഹാപ്പൻസ് ഇസ് ലിഗാൻസ് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് ആരായിട്ടാണ്? ആക്സിയൽ ഓർബിറ്റൽസ് ആയിട്ട് അല്ലെ? അപ്പൊ കൂടുതൽ ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ കൂടുതൽ റിപ്പൾഷൻ ആരുമായിട്ടാ ഫീൽ ചെയ്യുക? ഇവര് 2 പേരും അതുപോലെ തന്നെ 6 ലിഗാൻസുമായിട്ടാണ്. സോ ആസ് റിപ്പൾസീവ് ഇന്ററാക്ഷൻസ് ഇൻക്രീസസ് എന്ത് സംഭവിക്കുന്നു? എനർജി വിൽ ഇൻക്രീസ്. നേരെ മറിച്ച് മറ്റുള്ള 3 പേരായിട്ട് അത്ര കണ്ട് ഇന്ററാക്ഷൻസ് ഇല്ല, അതുകൊണ്ട് അവരുടെ എനർജി കുറയുന്നു.
So this is how they split. Okay, and group theory il ninnu eduthekkunna notations are these are triply degenerate and it is called T2G, and this is doubly degenerate which is called EG. Okay, it's called EG. Okay, reference books ഒക്കെ വായിക്കുന്ന സമയത്ത് you can see like this, ഇങ്ങനെ zero ഒക്കെ ഇട്ടിട്ട് you can see barrier centrals retained എന്ന് പറഞ്ഞൊരു ലൈൻ കാണാം, which means ഒന്നുമില്ല, barrier centrals retained പറഞ്ഞ see octahedral splittingൽ എന്താ സംഭവിക്കുന്നത്, മുകളിലേക്ക് ഇജിയും താഴേക്ക് T2G ആണ് പോകുന്നത്, and this splitting is called delta O. Okay, this splitting is called delta O. Okay, അപ്പൊ that is ഇജിയിൽ നിന്ന് T2Gയിലേക്കുള്ള ദൂരമാണ് ഡെൽറ്റ O. അപ്പൊ എന്താ സംഭവിച്ചേക്കുന്നത് നോക്കൂ, ഫ്രം ദ സെന്റർ ഇജി ഓർബിറ്റൽസിന് സംഭവിച്ചേക്കുന്നത് ഡീസ്റ്റെബിലൈസേഷൻ ആണ്. ശരിയാണോ ഞാൻ പറയുന്നത്? ഇജി ഓർബിറ്റൽസിന് സംഭവിച്ചേക്കുന്നത് ഡീസ്റ്റെബിലൈസേഷൻ ആണെന്ന്. വൈ? എന്തുകൊണ്ട് ഡീസ്റ്റെബിലൈസേഷൻ? എനർജി കൂടുന്നു. ഏതൊരു സിസ്റ്റമും ആഗ്രഹിക്കുക അവന്റെ എനർജി കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓൾവേസ് ഏതൊരു സിസ്റ്റമിനും ഇഷ്ടം എനർജി ഏറ്റവും മിനിമലിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, സോ വാട്ട് ഇറ്റ് വിൽ ഡു എന്നല്ല, ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇജി ഓർബിറ്റൽസിന് ഡീസ്റ്റെബിലൈസേഷൻ സംഭവിച്ചേക്കുന്നു, T2Gക്ക് സ്റ്റെബിലൈസേഷൻ സംഭവിച്ചേക്കുന്നു. നൗ ടു വാട്ട് എക്സ്റ്റെന്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നൗ ദീസ് വാല്യൂസ് യു മസ്റ്റ് ലേൺ. ഏത് ഓർക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ പറഞ്ഞിരിക്കണം. ബാരിയർ സെന്ററിൽ നിന്ന് മുകളിലേക്ക് ഇറ്റ് ഇസ് പ്ലസ് 0.6 ഡെൽറ്റ ഒ ആൻഡ് താഴേക്ക് ഇറ്റ് ഇസ് മൈനസ് 0.4 ഡെൽറ്റ ഒ. ഓക്കെ, വിച്ച് മീൻസ് ഈച്ച് ഓർബിറ്റൽ, ശ്രദ്ധിക്കുക, ഇജിയിൽ രണ്ട് പേരുണ്ട്. Each orbital is destabilized by a unit of 0.6. എന്ന് വെച്ചാൽ എത്ര ഓർബിറ്റൽസ് ഡീസ്റ്റെബിലൈസ് ആയിക്കുന്നത്? രണ്ട് പേര്. ബൈ വാട്ട് യൂണിറ്റ്? 0.6 ഡെൽറ്റ ഒ. അപ്പൊ ടോട്ടൽ ഡീസ്റ്റെബിലൈസേഷൻ എത്രയാണ് നോക്കൂ, പ്ലസ് 1/2 ഡെൽറ്റ ഒ. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. വാട്ട് അബൌട്ട് സ്റ്റെബിലൈസേഷൻ? എത്ര പേരുടെയാണ് എനർജി താന്നു പോയേക്കണേ? 3 പേരുടെ. ബൈ വാട്ട് യൂണിറ്റ്? മൈനസ് 0.4 ഡെൽറ്റ 0, വിച്ച് മീൻസ് മൈനസ് 1.2 ഡെൽറ്റ 0. ഓക്കെ, ഇത്രയാണ് ഈ പറയുന്ന ബാരിയർ സെന്റർ എന്ന് പറഞ്ഞ വാക്ക് ഉദ്ദേശിക്കുന്നുള്ളൂ. എത്ര കണ്ടാണോ അത് ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നത് അത്രയും തന്നെ സ്റ്റെബിലൈസും ഉണ്ടാവും. ദി എക്സ്റ്റെന്റ് ടു വിച്ച് സ്റ്റെബിലൈസേഷൻ occurs is equal to that of destabilization, സ്പ്ലിറ്റിങ്ങിന്റെ സമയത്ത്. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൈനസ് നൊട്ടേറ്റ് ചെയ്യുന്നത് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ അല്ല, ഇറ്റ് ഇസ് ദി extent of stabilization. ഈ മൈനസ് ഇട്ടോ, extent of stabilization. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. extent of stabilization കേട്ടോ. എന്ന് വെച്ചാൽ സപ്പോസ് യു ഹാവ് 2 കോംപ്ലക്സസ്, മനസ്സിലാവാൻ വേണ്ടി പറയാണ്. 2 കോംപ്ലക്സസ് എ ആൻഡ് ബി. ഒരാളുടെ വാല്യൂ നോക്കിയപ്പോൾ മൈനസ് 1.6 ഡെൽറ്റ ഒയും മറ്റേ ആളുടെ വാല്യൂ മൈനസ് 1.2 ഡെൽറ്റ ഒ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നമ്മുടെ മാത്സില് മൈനസ് 1.2 ഇവിടെ, മൈനസ് 1.6 ഇവിടെ, സോ മൈനസ് 1/2 മൈനസ് 1.2 ഇസ് ഗ്രേറ്റർ ദാൻ മൈനസ് 1.6, ഇതിന്റെ ദിസ് ഇസ് കൂടുതൽ, അങ്ങനെ ഒന്ന് വിചാരിക്കരുത്. ഓക്കെ, ദിസ് ഇസ് മോർ സ്റ്റേബിൾ. മനസ്സിലാവുന്നുണ്ടോ? ഇസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? ഇതെന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റെബിലൈസ് ആയി. മൈനസ് ഉദ്ദേശിക്കുന്നത് സ്റ്റെബിലൈസേഷൻ ബൈ 1.6 യൂണിറ്റ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റെബിലൈസേഷൻ ബൈ ഓൺലി 1.2. ആരാ കൂടുതൽ സ്റ്റെബിലൈസ് ആയിക്കണേ? ഇവൻ കൂടുതൽ സ്റ്റെബിലൈസ് ആയി. ന്യൂമറിക്കൽ വാല്യൂ എടുക്കരുത്. ഓക്കെ, ഈ നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത് ഓൺലി എക്സ്റ്റെന്റ് ഓഫ് സ്റ്റെബിലൈസേഷൻ കേട്ടോ. ശരി, now okay, so that's all about splitting. ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. മെറ്റൽ ഇൻ ഫ്രീ സ്റ്റേറ്റ് ഇരിക്കുന്ന സമയത്ത് ഡി ഓർബിറ്റൽസ് എല്ലാവരും ഡീജനറേറ്റ് ആയിരിക്കും. ലിഗാൻഡ്സ് അതിന് ചുറ്റും ഒരു സിമെട്രിക് ഫീൽഡ് ഫോം ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് 1ൽ നിന്ന് ഇറ്റ് ഗെറ്റ്സ് അപ്ഗ്രേഡഡ് ടു സ്റ്റേറ്റ് 2 എന്ന് വെച്ചാൽ എനർജി കൂടും ഡ്യൂ ടു റിപ്പൾസീവ് ഇന്ററാക്ഷൻസ്. ഫർദർ ഇറ്റ് അണ്ടർഗോസ് സ്പ്ലിറ്റിംഗ് നടക്കും. സ്പ്ലിറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇ ജി ഓർബിറ്റൽസിന്റെ എനർജി കൂടുന്നു.
because of direct interaction with the ligand. Direct interactions എന്ന് വെച്ചാൽ ലിഗാൻഡിന്റെ ഇലക്ട്രോൺസും മെറ്റലിന്റെ ഇലക്ട്രോൺസും തമ്മിൽ ഹൈലി റിപ്പൾഷൻ ആണ്. ഓക്കെ, ഹൈലി റിപ്പൾസീവ് ഇൻ നേച്ചർ ആണ് അവരുടെ ഇന്ററാക്ഷൻ. അതുകൊണ്ട് അവരുടെ എനർജി കൂടുന്നു, T2Gയുടെ എനർജി കുറയുന്നു. ആൻഡ് ദി എക്സ്റ്റെന്റ് ടു വിച്ച് ഇറ്റ് സ്റ്റെബിലൈസസ് ആൻഡ് ഡീസ്റ്റെബിലൈസസ് ആർ ഗിവൺ ഹിയർ. Okay, so this is the concept. കോൺസെപ്റ്റ് അറിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് വരയ്ക്കാനോ ഇതിന്റെ വാല്യൂ ചോദിച്ചോ ഒന്നും ക്വസ്റ്റ്യൻ വരില്ല. വി ഹാവ് ടു നോ ഹൗ ടു അപ്ലൈ ദീസ് കോൺസെപ്റ്റ്സ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് അറിയണം. ഓക്കെ, സോ നൗ ഐ വിൽ ബി ലിസ്റ്റിംഗ് സം ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് ഹാസ് ബീൻ ആസ്ക്ഡ്. സോ ഒന്ന് ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഇസ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് നമ്മൾ കണ്ടു, ഇജിയും T2G ആയിട്ടാണ് കണ്ടു. This splitting might vary. Depending upon the ligand, this might vary. വരുന്ന മെറ്റലിന്റെ കൂടെ ലിഗാൻഡ് ഒരു വീക്ക് ലിഗാൻഡ് ആണെന്ന് വിചാരിക്കൂ. വീക്ക് ലിഗാൻഡ് ആണെങ്കിൽ ഈ സ്പ്ലിറ്റിംഗ് കുറവ്. ഓക്കെ, സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ ഈ സ്പ്ലിറ്റിംഗ് കൂടുതൽ. Metal with a strong ligand. This is the first type of questions that they ask. Okay, and that's ശ്രദ്ധിക്കേണ്ടത്, strong ligand വരുമ്പോൾ splitting is greater than that of the weak ligand. First point. Second point is, suppose you have to fill weak field ആണ്, strong field ആണ്, and you have to fill electrons എന്ന് വിചാരിക്കുക. Electrons fill ചെയ്യണം. Like let's say you have to fill 6 electrons ഇരിക്കട്ടെ. 6 electrons fill ചെയ്യണം. എങ്ങനെ electrons fill ചെയ്യാന്ന് നോക്കൂ ട്ടോ. ഫസ്റ്റ് ഇലക്ട്രോൺ, സെക്കൻഡ്, തേർഡ്. എനർജി കുറവായതുകൊണ്ട് നാലാമന് എളുപ്പത്തിൽ മുകളിലേക്ക് ചാടാം. 4, 5, 6. This is how filling goes. If the splitting കുറവാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 1, 2, 3 കഴിഞ്ഞാൽ നാലാമന് മുകളിലേക്ക് ചാടാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഇവിടെ സ്പ്ലിറ്റിംഗ് കൂടുതലാണ്. കൂടുതൽ സ്പ്ലിറ്റിംഗ് എന്നാൽ കൂടുതൽ എനർജി വേണം അവന് മുകളിലേക്ക് ചാടിപ്പോകാൻ എന്നാണ് അതിന്റെ അർത്ഥം. സോ നാലാമൻ ഇവിടെ തന്നെ നിൽക്കും. 6. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ഫില്ലിംഗ്. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക എന്ന് അറിയണമെങ്കിൽ തന്നേക്കുന്ന ലിഗാൻഡ് വീക്ക് ആണോ സ്ട്രോങ് ആണോ എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനൊരു സീരീസ് ഉണ്ട്, നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട ഒരു സ്പെക്ട്രോകെമിക്കൽ സീരീസ് ഉണ്ട്. തേർഡ് വൺ ഇസ് ദ മാഗ്നെറ്റിക് മൊമെന്റ്. Magnetic moment is mu, it is equal to root of n into n plus 2, where n is the number of unpaired electrons. Okay, and then പിന്നെ സ്റ്റെബിലൈസേഷൻ എനർജി ചോദിക്കും. സ്റ്റെബിലൈസേഷൻ എനർജി നമുക്ക് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ടൈപ്പ് ഓഫ്. ഇനി ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് മാത്രം, ഇപ്പൊ നമ്മൾ പഠിച്ചേക്കുന്നത് വെച്ച് മാത്രം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇനി ഒത്തിരി ഉണ്ട്. ദർ ആർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ കളർ, സ്പെക്ട്ര, അതുപോലെ തന്നെ അവരുടെ ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ആണ്. ഓർബിറ്റലും കൂടെ ചേരുമ്പോൾ എങ്ങനെയാണ് വരിക, അതുപോലെ തന്നെ എക്സ്ട്രാ CFSE വരും, പെയറിംഗ് എനർജി വരും, ഹൈഡ്രേഷൻ വരും, ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ വരും, ലാറ്റിസ് എനർജി വരും, അവരുടെ ആപ്ലിക്കേഷൻസ് വരും, ഓർഗൽ ഡയഗ്രാം വരും, അങ്ങനെ പോകും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡിഫറെന്റ്. ഇപ്പൊ നമ്മൾ പഠിച്ചേക്കുന്ന ഒരു 20 minutes കോൺസെപ്റ്റിന്റെ ബേസിസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞേക്കണം. ചെയ്യാം നമുക്ക് കുറച്ച് പ്രോബ്ലംസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, വി ക്യാൻ ഡു സം പ്രോബ്ലംസ്. ഇല്ല, no doubts? Okay, try. Find the magnetic moment of this complex. All are previous year questions, Tom. All of them.
So I'll help you. One cobalt is 27. Cobalt is 27. So if cobalt is 27, it is 3d7 4s2. So ഇവിടെ water is neutral ligand. Water is neutral ligand. And നമുക്ക് കോബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയില്ല. Let that be X. So what is the oxidation state of cobalt എന്ന് നമ്മൾ അറിയണം. എങ്ങനെ കണ്ടുപിടിക്കുക? X plus R ligandsന് ചാർജ് ഒന്നുമില്ല. It is equal to +2 അല്ലേ? കോംപ്ലക്സിന്റെ ചാർജ് നോക്കൂ +2. X is equal to +2. So cobalt is in its +2 oxidation state. So cobalt +2 എന്താ വരിക? 2 ഇലക്ട്രോൺസിനെ കളയണം. 3d7. So d orbitals നമ്മൾ 7 പേരെയാണ് ഫിൽ ചെയ്യേണ്ടത്. And I'll give you this hint too. Water is weak. Water is a weak ligand. എങ്ങനെ ചെയ്യാ? വീക്ക് ആണല്ലേ? തനിയെ ട്രൈ ചെയ്യൂ. ട്രൈ ചെയ്തിട്ട് എനിക്ക് ആൻസർ പറഞ്ഞു തരൂ. അപ്രോക്സിമേറ്റ് ആൻസർ മതി. ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് 1.8, ഓപ്ഷൻ ബി 2.9, ഓപ്ഷൻ സി 3.9, ഓപ്ഷൻ ഡി 4.9. What is the unit of magnetic moment? Bohr magneton. Bohr magneton. Weak ആണ്. Weak ആണെങ്കിൽ എങ്ങനെയാ ഫില്ലിംഗ് നടക്കുക? സ്പ്ലിറ്റിംഗ് കുറവ്. How many unpaired electrons? 5 ആണോ? 5 unpaired electrons വരുന്നുണ്ടോ? Weak അല്ലേ? Let's try filling it. 3. Okay. നോക്കാം നമുക്ക്. 1, 2, 3, 4, 5. ആറാമൻ എങ്ങടെ പോവാ? ഇങ്ങോട്ട്. ഏഴാമൻ ഇങ്ങോട്ട്. അല്ലെ? We have 7 electrons. 7 പേരെ ഫിൽ ചെയ്യണ്ടേ? അപ്പൊ എത്ര പേരുള്ളത്? 1, 2, 3. 3 unpaired electrons ആണല്ലേ? So the equation will be root of 3 into 3 plus 2 Bohr magneton, which is equal to root 15. Root 16 is almost 4. Root 16 is 4. Upper root 15 will be near to 4. Option C. Option C. Okay. They'll ask you to compare the stability. That's the next type of question. So suppose they ask you to compare the stabilities of just a second. Compare the stabilities of MnH2O 6 times 2 plus and FeH2O 6 times 2 plus. തനിയെ ചെയ്യൂ. I'll give you hints. കമ്പയർ ചെയ്യുക ഏതാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് പറഞ്ഞു തരണം. ഓക്കെ, മാംഗനീസ് H2O 6 times 2 plus ആണോ, അയൺ H2O 6 times 2 plus ആണോ? മാംഗനീസ് പറഞ്ഞാൽ ഇറ്റ് ഇസ് 3d5 4s2 ട്ടോ. അയൺ പറഞ്ഞാൽ ഇറ്റ് ഇസ് 3d6 4s2. ഇതൊക്കെ നമ്മൾ പഠിക്കൂ കേട്ടോ, ഡോണ്ട് വറി. എനിക്കറിയാലോ നമ്മൾ നടുക്കുന്നാണ് തുടങ്ങുന്നതെന്ന് ഐ നോ. ഓക്കെ, പേടിക്കണ്ട. ഇങ്ങനെയൊക്കെ എഴുതുന്നത് കണ്ടിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഒരു കോച്ചിങ്ങിനൊക്കെ ചേരുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് സ്കാൻഡിയം, ടൈറ്റേനിയം, വനേഡിയം, ക്രോമിയം, മാംഗനസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് എന്നിങ്ങനെ പഠിക്കും. ഓക്കെ, അതിൻ്റെ അടിയിൽ D1, D2, D3 ഇതൊക്കെ അവരുടെ +2 സ്റ്റേറ്റിലുള്ള കോൺഫിഗറേഷൻ ആണ്. എല്ലാവരും +2 സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അവരുടെ കോൺഫിഗറേഷൻ ഇങ്ങനെയായിരിക്കും. ഇത് ആദ്യം പഠിച്ചു വെക്കുക, വെള്ളം പോലെ അറിഞ്ഞിരിക്കണം, എന്നാലാണ് കോർഡിനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ലൈക്ക് ദിസ്.
all in +2 oxidation states. ശരി. So what is the oxidation state of manganese in this complex എന്ന് നോക്കൂ. Water is neutral. Let this be x. Let this be 0. So water is neutral. Appo x plus 6 into 0 is equal to +2. Oxidation state of manganese is +2. ഇവിടെയും അതുപോലെ തന്നെ oxidation state of iron is +2. Oxidation state ചോദിക്കുക എന്നുള്ളത് is a question. കേട്ടോ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിട്ടുണ്ട് നെറ്റിന്, ഗേറ്റിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യാം? +2 രണ്ടുപേരെ കളയണം. സോ mn +2 വിൽ ബി 3d5. കണ്ടില്ലേ? 3d5. ആൻഡ് ഇവിടെയോ fe +2 വിൽ ബി 3d6. ഫിൽ ചെയ്യൂ. വാട്ടർ എങ്ങനത്തെ ലിഗാൻഡാ? നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചില്ലേ? ഇറ്റ്സ് വീക്ക്. ഫിൽ ചെയ്യൂ. എന്നിട്ട് എനിക്ക് പറഞ്ഞുതരൂ ഏതാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് പറഞ്ഞുതരൂ. എങ്ങനെയാ സ്റ്റെബിലിറ്റി നോക്കുക? മാഗ്നീസ് കോംപ്ലക്സിനെ എങ്ങനെ ഫിൽ ചെയ്യുക? വീക്ക് ആണ്. സോ ഇവിടെ യു ഹാവ് 1 2 3 4 5. ഇവിടെയോ യു ഹാവ് 1 2 3 4 5. ആറാമൻ 6 ഇവിടെ. ഓക്കെ. നൗ ഫൈൻഡ് ദ സ്റ്റെബിലൈസേഷൻ. എത്രത്തോളം സ്റ്റേബിൾ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കുക നമ്മളത്? എന്താ കോൺഫിഗറേഷൻ? T2G3 EG2. ഇവിടെയോ T2G4 EG2 അല്ലേ? അപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? T2Gയിലേക്ക് ഒരു ഇലക്ട്രോൺ എൻട്രി ചെയ്യുകയാണെങ്കിൽ 0.4 ഡെൽറ്റ ഒ ടൈംസ് അത് സ്റ്റേബിൾ ആകും. ഇജിയിലേക്ക് കയറുകയാണെങ്കിൽ അവൻ +0.6 ഡെൽറ്റ ഒ അല്ലെ വെച്ചിട്ട് ഡീസ്റ്റെബിലൈസ് ആവും. അപ്പൊ മൾട്ടിപ്ലൈ ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് ദീസ് വാല്യൂസ്. 3 into -0.4 ഡെൽറ്റ ഒ പ്ലസ്. ഓക്കെ, ഇവിടെ മൈനസ് ഷോയിങ് സ്റ്റെബിലൈസേഷൻ പ്ലസ് 0.6 ഡെൽറ്റ ഒ ഇൻറ്റു 2. മനസ്സിലായില്ലേ? ഈ 2ഉം 3 ഒക്കെ എവിടുന്ന വന്നേന്ന്? 3 T2Gയിൽ 3 എണ്ണം, 2 EGയിൽ 2 എണ്ണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇത് EG. ഓക്കെ, the other one is T2G. T2Gയിലെ 3 എണ്ണം, 3. ഓക്കെ, so what is the answer? -1.2 plus 1.2 0 ആണ് ഉത്തരം. ഇവിടെ എന്താ കിട്ടുക? -0.4 into 4 plus 2 into 0.6 ഡെൽറ്റ ഒ അല്ലേ? ആൻസർ എന്താ കിട്ടുക? -0.4 ഡെൽറ്റ ഒ. ഇങ്ങനെ കിട്ടും രണ്ട് വാല്യൂസ്. സോ യു ഹാവ് ടു ഡിറ്റർമിൻ ഏതാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് ഡിറ്റർമിൻ ചെയ്യണം. ഏതാ കൂടുതൽ സ്റ്റേബിൾ? ഏതാ? FeH2O സിസ്റ്റം. അതെ. സി ദിസ് വൺ ഇസ്, ഒരിക്കലും വിചാരിക്കരുത് 0 ഇവിടെയാണ്, -0.4 ഇവിടെയാണല്ലോ, 0 ഇസ് ന്യൂമറിക്കലി 0ന്റെ വാല്യൂ ആണ് കൂടുതൽ. നോ, ദാറ്റ് ഇസ് നോട്ട് ദ വേ യു ഷുഡ് തിങ്ക്. ഓക്കെ, ഇവന്റെ CFS ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത് 0 ആണ്. ഇവന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത് -0.4 ആണ്. വിച്ച് മീൻസ് ആരാ കൂടുതൽ സ്റ്റേബിൾ ആയിക്കണേ? കോംപ്ലക്സിന്റെ എനർജി ഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ഡ്രോ ചെയ്യാ? ഇങ്ങനെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ദിസ് ഇസ് വാല്യൂ, ഇവിടെ 0, ഇവിടെ -0.4 ഉണ്ടെന്ന് വിചാരിക്കുക. എനർജി ഇങ്ങനെയാണ് പോണത്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ മാംഗനീസ് കോംപ്ലക്സ് എവിടെ വരും? ഇവിടെ വരും. മാംഗനീസ് +2 കോംപ്ലക്സ് ഇവിടെ വരും. അയോൺ എവിടെ വരും? ഇവിടെ വരും. എനർജി കൂടുന്തോറും നമ്മൾ എഴുതിയില്ലേ, എനർജി ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി എന്ന് എഴുതിയില്ലേ? മനസ്സിലായോ? ആരുടെ എനർജിയാ കുറവ്? അയോണിന്റെ. സോ ആരാ സ്റ്റേബിൾ? അതെ. ഓക്കെ, സോ ഹൂ സ്റ്റേബിൾ? അയോൺ H2O 6 times 2 plus is more stable than Mn H2O 6 times 2. Okay, so this is it. So whatever problems that you encounter, coordination le angot most of the problems, okay, 20 marks ചോദിക്കുകയാണെങ്കിൽ 20 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ എഴുതി തരാം. ഒരു 12 to 15 മാർക്സ് നിങ്ങൾക്ക് CFT ഇല്ലാണ്ട് പറ്റില്ല.
Okay, ligand strong ആണോ weak ആണോ എന്ന് നോക്കിയേ പറ്റൂ. So this is a very important topic, very important topic. So do നിങ്ങൾ പഠിക്കുന്ന സമയത്ത് do focus on this, okay? Sure. So next day I'll come up with the next different topic. No, we'll complete thermodynamics. ആരെങ്കിലും thermodynamics കേട്ടിട്ടില്ല എന്നാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് chemical thermodynamics കണ്ടിന്യൂ ചെയ്യാണ്ടിരുന്നത്. We had discussed the basic terminologies. So I have my PDF. ബോർഡ് കണ്ടാൽ മനസ്സിലാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് കുറെ കാര്യങ്ങൾ ഞാൻ വോക്കലി പറയുന്നുണ്ട്. But still if you want this note I can send it to you, no problem. നിങ്ങൾ ചോദിച്ചാൽ മതി, it's fine. Otherwise otherwise we'll continue with the processes next day. Graphs എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. Or else thank you. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കല്ലേ. ബിഫോർ ലീവിംഗ് പ്ലീസ് മാർക്ക് യുവർ അറ്റൻഡൻസ്. മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റീപോസ്റ്റ് ദ ലിങ്ക്. ഗൂഗിൾ ഫോംസിന്റെ ലിങ്ക് ഞാൻ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്ക് യുവർ അറ്റൻഡൻസ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ഇനി അതല്ല പിന്നെ പഠിക്കുന്ന സമയത്താണ് ഡൗട്ട്സ് വരുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിലും ജസ്റ്റ് ഡ്രോപ്പ് എ മെസ്സേജ്. ഞാൻ അവൈലബിൾ ആവുന്നതിനനുസരിച്ചിട്ട് ഐ ഗെറ്റ് ബാക്ക് ടു യു കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you.